Hello, good morning. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. റെഡിയായോ എല്ലാവരും? ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങിയോ? റെഡിയായിട്ടിരിക്കുകയാണോ എല്ലാവരും? Yes, ma'am. Yes. ഇതിന്റെ ചാപ്റ്റർ മൊഡ്യൂൾ മൊത്തം കിടക്കണമായിരുന്നു. നമ്മുടെ ചാപ്റ്ററിലേക്ക് എത്താൻ കുറച്ച് സ്ക്രോൾ ചെയ്തു. വായിച്ചൊക്കെ നോക്കിയോ? നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എടുത്തോടത്തോളം വരെയൊക്കെ വായിച്ചോ? ഒന്നുകൂടിയൊക്കെ നമ്മള് എവിടെ വരെയാ കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എവിടെ വരെ എടുത്തോ? ഏത് ഹെഡാണെങ്കിൽ നമുക്ക് വായിക്കാനുള്ള പഠിക്കാനുള്ള ഏത് ഹെഡിങ് തുടങ്ങിയെടുക്കണമെന്നൊന്ന് വേഗം പറഞ്ഞേ. അതെല്ലാം ഓർമ്മയിട്ടാൻ നോക്കട്ടെ. Integrate with the Disaster or ഡിസാസ്റ്റർ organization വരെ disaster organization. ഡിസാസ്റ്റർ ഓർഗനൈസേഷൻ ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇവിടെ നിന്നാണ് തുടങ്ങണ്ടേ. ഐ തിങ്ക് പറയാൻ നമുക്ക് എടുക്കണ്ടേ. ഇവിടെ വരെയൊക്കെ വായിച്ചു നോക്കിയോ? കാര്യങ്ങളൊക്കെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ചാപ്റ്റർ ആണ് എന്ന് ഞാൻ പറയും. കാരണം കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങള് അങ്ങനത്തെയൊക്കെ ആയതുകൊണ്ട് എളുപ്പമാണ്. വായിച്ചു നോക്കിയാൽ ക്ലിയർ ആകുന്നതാണ്. മനസ്സിലാകാത്ത കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മനസ്സിലാകാത്ത കാര്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വായിച്ച് മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ചാപ്റ്റർ കൂടിയാണ്. കുറെ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചിട്ട്, ഡിസാസ്റ്റർ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. അതിനു വേണ്ടിയിട്ട് നേരത്തെ കൂട്ടിയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനം പറഞ്ഞു നിർത്തിയത് ഡിസാസ്റ്റർ പ്ലാനിന് വേണ്ട ചില എസെൻഷ്യൽസ് ആണ് അല്ലെ. അത്യാവശ്യമായിട്ട് ഡിസാസ്റ്റർ പ്ലാനിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു തീർത്തു അല്ലെ. അതായത് നേരത്തെ തന്നെ നമുക്ക് ഡ്രഗ്സ് അതുപോലെ തന്നെ അവരുടെ എത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് മരുന്നുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഡിസാസ്റ്ററിൽ അകപ്പെട്ട ആളുകൾക്ക് ചിലപ്പോ അവർക്ക് എന്താ പറയാ എസെൻഷ്യൽ ആയിട്ടുള്ള ചില ക്ലോത്തിങ് മെറ്റീരിയൽസ് ഒക്കെ വേണ്ടി വരും അല്ലെ, ഡ്രസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പൊ നേരത്തെ കൂട്ടിയുള്ള അറേഞ്ച്മെന്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന സോഴ്സസ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നേരത്തെ കൂടി പ്ലാൻ ചെയ്ത് വെക്കണം അല്ലെ. പിന്നെ മാത്രമല്ല മറ്റ് കൺസ്യൂമബിൾസ്, അവർക്ക് അത്യാവശ്യം അവരുടെ എന്താ പറയാ വെള്ളം കുടിക്കാനുള്ളതോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആവശ്യങ്ങൾ അതൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്ത് വെക്കണം. പേഷ്യൻസ് എന്താ പറയാ കൊണ്ടുവരുമ്പോ പുതിയ പേഷ്യൻസിന് ഇത്തരം ഡിസാസ്റ്ററിൽ പെട്ടവരെ കൊണ്ടുവരുന്ന സമയത്ത് അവരെ അലോക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് അവിടെയുള്ള സ്റ്റാഫുകൾ പേഷ്യൻസിലേക്ക് ഡിസ്ചാർജബിൾ ആയിട്ടുള്ള പേഷ്യൻസിലേക്ക് ഡിസ്ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആരൊക്കെയാണ്, ഏതൊക്കെ പേഷ്യൻസിന് നമുക്ക് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവരെയൊക്കെ എന്താ പറയാ അവർക്കൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ പേഷ്യൻസിന് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിരിക്കണം. പിന്നെ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ, യൂസബിൾ സ്പേസസ് ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ഈ പേഷ്യൻസിനെ ട്രയേജിന് വേണ്ടി, അതായത് സോർട്ട് ചെയ്യാനും അതുപോലെ അവരെ ഒബ്സർവ് ചെയ്യാനും അവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഏരിയാസ് ആക്കി മാറ്റണം. എന്ന് വെച്ചാൽ ചില കുഞ്ഞു സ്ഥലങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കണമല്ലേ. കാരണം അവിടെ നമുക്ക് ഒരു മുറിയിലിരിക്കുന്ന ഡോക്ടേഴ്സിന്റെ അടുത്ത്
ഓരോ പേഷ്യൻസിനെ കൊണ്ടുപോയി എടുക്കുന്ന കാരണം സമയമൊന്നുമില്ല. കാരണം ആളുകളുടെ ജീവൻ ഭയങ്കരമായിട്ട് അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിൽ എവിടെയൊക്കെയാണ് സ്ഥലം അവൈലബിൾ ആയിട്ടുള്ളത് അവിടെയൊക്കെ നമ്മൾ സ്ഥലം ഉണ്ടാക്കി അല്ലെങ്കിൽ ആ സ്ഥലം പ്രയോജനപ്പെടുത്തി അവരെയൊക്കെ പെട്ടെന്ന് ഒബ്സർവേഷന് വേണ്ടി സോർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ മാത്രമല്ല ഇതിന് വേണ്ടിയിട്ട് മാത്രം ഈ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാനും വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ മെഡിക്കൽ റെക്കോർഡ്സ്, മെഡിക്കൽ ടാഗുകൾ അതൊക്കെ പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതും അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടാസ്കുകൾ ഓരോ പേഴ്സണൽസിന് മീൻസ് ഓരോ തൊഴിൽ വിഭാഗത്തിന് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി അല്ലെ. അത് ആളുകൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും. പിന്നെ ഒരു മെഡിക്കൽ കമാൻഡ്, യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കമാൻഡ് എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു കമാൻഡ് പുറപ്പെടുവിക്കാൻ പറ്റിയ ഒരു അതോറിറ്റി, അതിന് വേണ്ടിയിട്ട് ആ ഒരു യൂണിഫൈഡ് സിസ്റ്റം, അതും ഒരു മെഡിക്കൽ കമാൻഡ് യൂണിഫൈഡ് സിസ്റ്റം ഉണ്ടായിരിക്കണം. പിന്നെ എന്താ പറയാ ഏതെങ്കിലും അവർക്ക് ഉണ്ടാകുന്ന ബേസിക് നീഡ്സ്, യൂട്ടിലിറ്റീസ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഏകദേശം ഒരാഴ്ചക്കെങ്കിലും മിനിമം ആണ്, ഒരാഴ്ചയെങ്കിലും അവർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും സൗകര്യവും ഒക്കെ കൊടുക്കുന്ന രീതിയിൽ സെൽഫ് സസ്റ്റൈനബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ സ്വയം പര്യാപ്തമായിരിക്കണം. അതിന് എന്ന് വെച്ചാൽ ഇപ്പൊ ചിലപ്പോൾ അവർക്ക് ടോയ്ലറ്റ് സൗകര്യം ഒരാഴ്ചയെങ്കിലും അത്തരം പേഷ്യൻസിനെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്, അപ്പൊ ഇത്രയും ആളുകളെ നമുക്ക് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പേഷ്യൻസിന്റെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ നമ്മൾ സാധാരണഗതിയിലുള്ള പേഷ്യൻസിന്റെ ആ വാഷ്റൂമും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മുന്നിൽ കാണണം. അങ്ങനെ അതിനായിട്ടുള്ള അറേഞ്ച്മെന്റുകളൊക്കെ ഹോസ്പിറ്റൽസ് എന്തായാലും ചെയ്തിരിക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം വേണം അല്ലെ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കാര്യങ്ങൾ ഇൻഫോം ചെയ്യാനും ഈ ഡിസാസ്റ്ററിൽ പെട്ടിരിക്കുന്ന ആളുകൾ അവരുടെ റിലേറ്റീവ്സ് അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ അല്ലെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാനൊക്കെ ഒരു സ്പോക്സ്മാൻ അല്ലെ, ഒരു ഡിസൈൻഡ് സ്പോക്സ്മാൻ ആണ്, ഒരു വക്താവ് എന്നാണ് സ്പോക്സ്മാന്റെ അർത്ഥം. അപ്പൊ അതൊക്കെ പെട്ടെന്ന് കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കും, ആളുകൾക്ക് കൺഫ്യൂഷൻസ് ഇല്ലാതെ. കാരണം സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം എന്ന് വെച്ചാൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ തിരക്കി ഇത്തരം ഉണ്ടാകുന്ന ഈ ഒരു പാനിക് സിറ്റുവേഷൻസിൽ കൂടുതൽ പാനിക് ആകാനും സാധ്യതയുണ്ട്. തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റീസ് ആണ് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. വരുന്ന വെഹിക്കിൾസിനൊക്കെ ഓരോ പ്രത്യേക രീതിയിൽ എവിടേക്കാണോ പാർക്ക് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പേഷ്യൻസിനെ ഇറക്കാനും ഒക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ തിക്കും തിരക്കൊന്നുമില്ലാതെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എസെൻഷ്യൽ ആയിട്ട് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തു വെക്കേണ്ടതാണ് ഹോസ്പിറ്റൽസ്. എന്നാൽ മാത്രമേ അത് സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഡിസാസ്റ്റർ ഓർഗനൈസേഷൻ ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും. അപ്പൊ ഇതിന്റെ അറേഞ്ച്മെന്റുകളെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എന്താണത്? അതായത് എന്തായാലും ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ all these things can be done easily through some key personnels. എന്ന് വെച്ചാൽ ഇതൊക്കെ നേരത്തെ കൂട്ടി നമ്മുടെ കയ്യിൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ട് നമ്മൾ ഈ നിയോഗിച്ചിരിക്കുന്ന ചില ആളുകൾ ഉണ്ടാവുമല്ലോ, തൊഴിൽ വിഭാഗം, പേഴ്സണൽ. ഇവിടെ സ്പെല്ലിംഗ് നോക്കുക, PRSONNEL ആണ്. ഇത് പേഴ്സണൽ ആയിട്ട് ജോലിക്കാരാണ് അല്ലെ, വർക്കേഴ്സ് എന്നാകാം അല്ലെങ്കിൽ ഓഫീസേഴ്സ് ആകാം. ആരൊക്കെയാണോ അവര് വളരെ കൃത്യമായിട്ട് അവരൊക്കെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ അവരുടെ അക്കൗണ്ടബിലിറ്റി, അവരുടെ അതോറിറ്റി, അപ്പൊ ഓരോ ആളുകൾക്കും അവരവരുടെ എന്താണ് അവർ ചെയ്യേണ്ട ഡ്യൂട്ടി എന്നുള്ളത് നേരത്തെ കൂടി സ്പെൽ ഔട്ട് ചെയ്തിരിക്കുക. അത് സ്പെൽ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞു വെച്ചേക്കണമെന്ന്, നീ ഇന്ന കാര്യമാണ് അല്ലെങ്കിൽ ഈ ഒരു വിഭാഗം ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്. സോ വാട്ട് എവർ തിങ്സ് ആർ അസൈൻഡ് ടു ദം, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസ് ആണോ ഓരോ പേഴ്സണൽസിനും അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, they have to perform all like that. അതെല്ലാം അവർ അതുപോലെ തന്നെയാണ് പെർഫോം ചെയ്യേണ്ടത്. അതിന് ആ ഒരു അറേഞ്ച്മെന്റ് ആ രീതിയിലായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. അല്ലാതെ അവർക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ട് അവസാനം എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് അവരുടെ ഡ്യൂട്ടി ആയിരുന്നോ, അവരെന്തുകൊണ്ട് അത് ചെയ്തില്ല. അത് ചെയ്യാൻ കഴിയുന്നവരാണോ, പെട്ടെന്ന് നമുക്ക് ജോലിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആളുകളാണോ എന്ന് മനസ്സിലാക്കി അത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവര് നേരത്തെ കൂട്ടി ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നാണ്. ഓക്കെ, അപ്പൊ അതിന് ആ ആളുകൾക്ക് അത് അസൈൻ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് എ സീനിയർ മെമ്പർ ഫ്രം ദ മെമ്പർ സ്റ്റാഫ്, അതായത് മെഡിക്കൽ സ്റ്റാഫിലുള്ള ആളുകളിൽ നിന്ന് ഒരു സീനിയർ മെമ്പറിനെ ഈ പറയുന്ന എന്താ പറയാ ഒരു നോമിനേറ്റ് ചെയ്ത് ഒരു ചീഫ് ഡിസാസ്റ്റർ ഓപ്പറേഷൻസ്, അതായത് നമ്മുടെ ഡിസാസ്റ്റർ ഓപ്പറേഷൻസ് ഒക്കെ, അതായത് ദുരന്തങ്ങൾക്ക് ഉണ്ടാകുന്ന ആ
കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് മുൻകൈ എടുത്ത് ചെയ്യാൻ പറ്റിയ ഒരാളെ മെഡിക്കൽ സ്റ്റാഫിന്റെ സീനിയർ മെമ്പർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ചൂസ് ചെയ്തിരിക്കണം. അതിൽ നിന്ന് മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്ന് ഏറ്റവും സീനിയർ മോസ്റ്റ്. കാരണം എന്താ സീനിയർ എടുക്കാൻ കാരണം ആൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, പ്രീവിയസ് ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരം ഡിസാസ്റ്റേഴ്സിനെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ആ ഹോസ്പിറ്റൽസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് പെട്ടെന്ന് ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് ആ ഒരു സീനിയർ മോസ്റ്റ് മെഡിക്കൽ സ്റ്റാഫിനെ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് നോമിനേറ്റ് ചെയ്ത് ചീഫ് എന്താ പറയാ ആയിട്ട് ഇതിന്റെ ഡിസാസ്റ്റർ ഓപ്പറേഷൻസിന്റെ ചീഫായിട്ട് നമ്മൾ നേരത്തെ കൂട്ടി ആ ഒരു ജോലി ഏൽപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ചീഫ്, ആ ഒരു ചീഫ് അവിടെ എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ ആ ഒരു സമയത്ത്, ആ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് ഉണ്ടായില്ലെങ്കിലോ, അപ്പൊ ആര് ചെയ്യും? അപ്പൊ ആർക്കും ഡ്യൂട്ടി ഇല്ല, അല്ലെങ്കിൽ ആളില്ല, അതുകൊണ്ട് വേറെ പ്രശ്നം ആരും ചെയ്യാൻ അവിടെ ഇല്ല. അതിന് മുമ്പേ തന്നെ, അതും നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരിക്കണം. എന്ത് ആ ഒരു ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയ മറ്റൊരു ഡെപ്യൂട്ടീനെ അസൈൻ ചെയ്തിട്ടുണ്ട്. വെച്ചാൽ ഈ ചീഫ് ഇല്ലാത്ത സമയത്ത് ഡെപ്യൂട്ടി ചീഫ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഡിസാസ്റ്ററിന്റെ ഓപ്പറേഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതും നേരത്തെ കൂട്ടി എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്ത് വെച്ചാൽ ആ ഒരു സമയത്ത് ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇഫ് ദ ചീഫ് ഓഫ് ദ ഡിസാസ്റ്റർ ഓപ്പറേഷൻ ഈസ് ആബ്സെന്റ്, ദാറ്റ് മീൻസ് ഹി ഈസ് ഓൺ ലീവ്, ചിലപ്പോൾ ലീവിലായിരിക്കാം, സ്ഥലത്തില്ലായിരിക്കാം. മനുഷ്യന്മാരോട് പറഞ്ഞിട്ടല്ലല്ലോ ചില ഡിസാസ്റ്റേഴ്സ് വരുന്നത്. അപ്പൊ ആ സമയത്ത് ഈ ഡെപ്യൂട്ടി ചീഫിന് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. Okay, and this plan, whatever they are planning, all that should be in writing, spelled out the duties and responsibilities. എന്തൊക്കെ ഓരോ ആളുകൾ ചെയ്യേണ്ടി വരുമോ, ഓരോ പേഴ്സണൽസും എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, റെക്കോർഡിംഗ് അല്ലേ, ഓക്കെ, എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് റൈറ്റിംഗ് ആയിട്ടും, അതായത് എഴുതി വെച്ചിരിക്കാതെ ഇന്ന വിഭാഗം ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ല ഇന്ന റെസ്പോൺസിബിലിറ്റി ആണ് അവർക്ക്, അത് പറഞ്ഞും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എഴുതിയൊക്കെ വെച്ചിരിക്കാം. ബിക്കോസ് എഴുതി വെക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, എഴുതി വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മള് ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ, വേറെ പറഞ്ഞേ പറഞ്ഞിട്ടൊക്കെ നമുക്ക് മാറ്റി പറയാം അല്ലെ. പക്ഷെ എഴുതി വെച്ചത് തന്നെയാണ് അല്ലെ. അപ്പൊ മാത്രമല്ല ഇറ്റ്സ് എൻ എവിഡൻസ്, ഇന്ന ഡ്യൂട്ടി നിന്റേതായിരുന്നു, ആൻഡ് യു ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ ടു മേക്ക് ഓർ ടു ക്യാരി ഔട്ട് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. ആ ഒരു ഉത്തരവാദിത്തം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം നിന്റേതായിരുന്നു എന്ന് നമുക്ക് ഓർമ്മിക്കാം. നമുക്ക് പിന്നീട് ആണെങ്കിലും മറന്നു പോകുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്ത് വെക്കാം, എഴുതി വെക്കാം. അവർക്ക് അത് എഴുതി വെച്ച് എവിടെയെങ്കിലും ഒരു പോളിസി അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ പോലെ നേരത്തെ കൂട്ടി എവിടെയെങ്കിലും റെക്കോർഡിംഗിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ആൻഡ് എ കോപ്പി ഷുഡ് ബി ഇഷ്യൂഡ് ടു എവരിവൺ ഹു ആർ റെസ്പോൺസിബിൾ. ഇതിന്റെയൊക്കെ ഒരേ കോപ്പി ഒക്കെ ഇങ്ങനെ എല്ലാവർക്കും ഒക്കെ എടുത്ത് ആർക്കൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവർക്കൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ബോധ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ all these key personnel, those who are engaged in disaster organization can remember their duties and responsibilities. തീർച്ചയായിട്ടും അത് അവരവരുടെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചാൽ അവർക്ക് അവരുടെ എന്തൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. മാത്രമല്ല അവർക്ക് എപ്പോഴും അതിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കും, ഇന്ന കാര്യം ഞാനാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ ആണെന്ന് പറഞ്ഞിട്ടൊക്കെ ഇരിക്കാൻ പറ്റില്ല, ഇതെന്നെ ചെയ്യേണ്ടതല്ല, അതൊക്കെ പിന്നെ മാറ്റി പറയണതാണെങ്കിലേ, വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രമാണെങ്കിൽ അതെന്റെ ആയിരുന്നില്ല, നീ ചെയ്യേണ്ടതായിരുന്നു, നീ ചെയ്യുന്നു വിചാരിച്ച് ഞാൻ നോക്കിയിരുന്നു എന്നൊക്കെ പറയുമല്ലോ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇന്ന ഡിപ്പാർട്ട്മെന്റിലെ ഇന്ന ആളുകളൊക്കെ ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം. സോ ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി അസൈൻഡ് അക്കോർഡിംഗ് ടു ദ റിട്ടൺ ആൻഡ് സ്പെൽഡ് ഔട്ട്. അതായത് വാക്കാൽ പറഞ്ഞു വെച്ചതും എഴുതി വെച്ചിരിക്കുന്നതുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതൊക്കെ പ്ലാനിങ്ങിന്റെ ഒരു ഭാഗമാണ്, ഡിസാസ്റ്റർ ഓർഗനൈസേഷന്റെ ഭാഗമാണ്. അസൈൻമെന്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഷുഡ് ബി ഫിക്സഡ് വിത്ത് ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. ഇനി ഈ പറയുന്ന അസൈൻമെന്റുകൾ കൊടുക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ് കൊടുക്കുക. ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്താണ് ചെയ്യേണ്ടത്, ഓരോ കൊണ്ടുവരുന്ന ട്രയേജ് അനുസരിച്ച് കൊണ്ടുവരുന്ന സോർട്ട് ഔട്ട് ചെയ്ത് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, ഒരു ഫസ്റ്റ് എയ്ഡ്, ഒരു ഫസ്റ്റ് പ്രൈമറി ഒരു ട്രീറ്റ്മെന്റ് അവിടെയാണ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അവിടെ നിന്ന് റിക്കവർ ചെയ്യിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആളെ എവിടേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, ICUലേക്കാണോ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. ഓക്കെ, സോ ഈ ഡിസാസ്റ്ററിന്റെ അസൈൻമെന്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആയിട്ട് കൊടുക്കുക. ആൻഡ് ഈ പറയുന്ന പ്ലാനിങ് ഒക്കെ നേരത്തെ കൂട്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചു.
whenever that disaster occur, our plan should be activated even if it is a holiday എന്നാ പറഞ്ഞേക്കണേ. എന്ന് വെച്ചാൽ ഡിസാസ്റ്ററിന്റെ പ്ലാനൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ഒക്കെ ചെയ്ത് പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതൊരു എന്താ പറയാ, അത് നടപ്പിലാക്കേണ്ട ഒരു സമയം വരുമ്പോ അത് എന്ത് ചെയ്യണം നമ്മള്, അത് ആ സമയത്തിന് തന്നെ നടപ്പിലാക്കണം. അത് ഹോളിഡേ ആണെന്നോ അല്ലെങ്കിൽ മറ്റൊരു ദിവസമാണ്, ഇത് ഇന്ന ദിവസം വർക്കിംഗ് ഡേ അല്ല അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നടത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവൺ ഒരു ഹോളിഡേ ആണെങ്കിൽ കൂടി ആ പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ, ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിന് എന്താ പറയാ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ ഉത്തരവാദിത്വമുണ്ട്. therefore specific എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി ഗിവൻ ടു ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് ടു ബാക്കപ്പ്. ഇവരെ ബാക്കപ്പ് ചെയ്യാൻ, ഹോസ്പിറ്റൽസിന്റെ ഈ പ്രവർത്തനങ്ങൾ, ഡിസാസ്റ്ററിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെ ബാക്കപ്പ് ചെയ്യാൻ ഓരോ ആളുകൾക്കും അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഡിസാസ്റ്റർ ഓർഗനൈസേഷനിൽ പറയുന്നത്. അപ്പൊ ഇതെല്ലാം എല്ലാവരും എപ്പോഴും അലേർട്ട് ആയിട്ടിരിക്കണം അല്ലെ, ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ അലേർട്ട് ആയിരിക്കണം, അവരവരുടെ ജോലികൾ ചെയ്യാൻ അലേർട്ട് ആയിട്ടിരിക്കണം. അപ്പൊ എല്ലാവർക്കും അതില് പങ്കുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ട്, അപ്പൊ ആളുടെ ഉത്തരവാദിത്തമാണെന്ന് മാത്രം വിചാരിച്ചിരിക്കരുത് അല്ലെ. കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ഇതൊക്കെ നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ചീഫ് ആയിട്ടുള്ള ആളെ ഇറങ്ങാതിരിക്കുകയാണോ? അല്ല, ഓരുടെ കീഴിൽ നിന്നുകൊണ്ട് ഇപ്പൊ ചീഫിനെ നമ്മൾ ഡിസാസ്റ്റർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ചീഫിനെ നമ്മൾ നോമിനേറ്റ് ചെയ്ത് മെഡിക്കൽ സ്റ്റാഫിന്റെ മെമ്പറിൽ നിന്ന് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആളുടെ ആബ്സെൻസിൽ ഡെപ്യൂട്ടി ചീഫ് ഓപ്പറേഷൻസ് നടത്തുന്ന ആളും ഉണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരുമല്ല, ഇവരുടെ സാന്നിധ്യത്തിൽ, ഇവരുടെ നിർദ്ദേശങ്ങളിൽ അല്ലെ, ഡിറക്ഷൻസിൽ അതർ എവറി കീ പേഴ്സണൽസ്, ഇതിനകത്ത് എൻഗേജ് ആയിട്ടുള്ള എല്ലാ പേഴ്സണൽസും അത് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. ഓക്കെ, ഒരു പാരഗ്രാഫ്, അതായത് ഡിസാസ്റ്റർ ഓർഗനൈസേഷൻ ഒരു പാരഗ്രാഫ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ, പെട്ടെന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഓക്കെ ആണല്ലോ? യെസ്. ഇനി എന്താണ് അടുത്തത് നമുക്ക് പറയാനുള്ളത്? റെസ്പോൺസിബിൾ പേഴ്സണൽ ഓഫ് ദ ഫോളോയിങ് സർവീസസ്. ഈ താഴെ പറയുന്ന ചില സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ചില പേഴ്സണൽസിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യേണ്ടതുണ്ട്. അത് പ്ലാനിങ്ങിൽ ഉൾപ്പെട്ട കാര്യമാണ്, ഡിസാസ്റ്റർ പ്ലാനിങ്ങിൽ ഉൾപ്പെട്ട കാര്യമാണ്. ഈ താഴെ പറയുന്ന ചില കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അത്തരം സേവനങ്ങൾ ഉറപ്പാക്കാൻ, അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില പേഴ്സണൽസിനെ നമ്മൾ നേരത്തെ കൂടി നിയോഗിച്ചു വെക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട്. അപ്പൊ ഏതൊക്കെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ, അതായത് ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ സംബന്ധിക്കുന്ന റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യണം. സോ അതിനൊരു പേഴ്സണൽ ഉണ്ടായിരിക്കണം അല്ലെ, അതിനൊരു വ്യക്തി വേണ്ടേ? പിന്നെ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ ഷോർട്ട് ടൈമൊക്കെ ഓരോ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അതിന് പ്രത്യേക റെക്കോർഡ്സ് ഉണ്ട്. അപ്പൊ ആ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയാ ജോലിക്കാർ, അതിനുള്ള പേഴ്സണൽസ് ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി, അതായത് എന്തെങ്കിലും ആളുകൾക്ക് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊരു പേഴ്സണൽ ഉണ്ടായിരിക്കണം. എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റനൻസ്, ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള മെയിൻ്റനൻസ് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു വിഭാഗം ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേഴ്സണൽ ഉണ്ടായിരിക്കണം. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കലോ അല്ലെങ്കിൽ മറ്റ് എക്യുപ്മെന്റുകളൊക്കെ സപ്ലൈ ചെയ്യാനുള്ള സപ്ലൈസ് വിഭാഗം കൈകാര്യം ചെയ്യാനുള്ള, നമുക്കറിയാം ഇതിനൊക്കെ ഹോസ്പിറ്റലിൽ ഓൾറെഡി ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ ഇൻ ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. പക്ഷെ ഓൾറെഡി ഒരു ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ പെട്ട കാര്യമാണ്. പക്ഷേ ഇതെല്ലാം റെയറായി ഉണ്ടാകുന്ന കാര്യമാണ്. എല്ലാ ദിവസവും ഡിസാസ്റ്റർ ഉണ്ടാകുന്നുണ്ടോ? എല്ലാ ദിവസവും പേഷ്യൻസ് ഹോസ്പിറ്റൽസിൽ ഇൻപേഷ്യൻസ് ആയിട്ടും ഔട്ട് പേഷ്യൻസ് ആയിട്ടും വന്നു പോകുന്നുണ്ട്. പക്ഷേ ഡിസാസ്റ്റർ വിൽ നോട്ട് ഒക്കർ ഫ്രീക്വന്റ്ലി, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന കാര്യമല്ല. വർഷത്തിൽ എന്തായാലും ഒരു ഡിസാസ്റ്റർ ഉണ്ടാകും അല്ലെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാകും എന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സും
ഒക്കെ ചെയ്യുന്നുണ്ട്. അത് റെയർ കേസുകളാണ്. 2018 വെള്ളപ്പൊക്കം വന്നു എന്ന് പറഞ്ഞിട്ട് 2019, 2020 2-3 ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ ക്ലാസ്സില്, ഒരു 3-4 ദിവസം അടുപ്പിച്ചൊരു മഴ പെയ്താൽ നമ്മൾ അലർട്ടായി, ഇതേ വരും ഇപ്പൊ തന്നെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് നമ്മൾ അലർട്ട് ആകുന്നു. നമ്മുടെ മനസ്സിന്റെ ഒരു ഇതാണ്. കാരണം നമ്മളത് ഫേസ് ചെയ്തല്ലോ. ഒത്തിരി നാശനഷ്ടങ്ങൾ നമ്മളുടെ വീടുകളിൽ വന്നു. അതായത് നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് മെഷീനറീസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. വീണ്ടും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. കുറെ ഞങ്ങളും പഠിച്ചു, അധികം വിലയുള്ള സാധനങ്ങൾ വാങ്ങിക്കേണ്ട. എന്തിനാ നമ്മൾ വീട് നിറച്ചിടത്ത് വാങ്ങിച്ചിരുന്നത്? എങ്ങാനും ഇത്തരം ഏരിയാസിലേക്ക് ഇതുപോലെയുള്ള വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്ന് ഓൾറെഡി അത് നമുക്ക് കിട്ടി ഇപ്പൊ ഒരു അറിയിപ്പ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു താഴ്ന്ന പ്രദേശമായിരിക്കണം. അതുകൊണ്ടായിരിക്കണോ ഇത്രയും വെള്ളം പൊങ്ങിയത്. അപ്പൊ അതിന് നമുക്ക് എന്താ പറയാ, അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യം ഉണ്ടാവും എന്ന് വിചാരിച്ച് നമുക്ക് അലർട്ട് ആയിട്ടിരിക്കാൻ പറ്റും. ഹോസ്പിറ്റൽസിലും അങ്ങനെ തന്നെ ഉണ്ടാകാം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. പക്ഷെ അത് ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. അപ്പൊ താൽക്കാലികമാണത് അല്ലെ, ടെമ്പററി ആണ്. ആ ഒരു ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു കാര്യങ്ങൾ പേഴ്സണൽസിനൊക്കെ നമുക്ക് അവരവരുടെ ജോലിക്കായിട്ട് വിടാം. പക്ഷെ ഈ ഒരു പ്രത്യേക ഘട്ടങ്ങളിലേക്ക് അപ്പൊ നേരത്തെ കൂടി അസൈൻ ചെയ്ത് വെക്കാം. അന്നേരം വിളിച്ചിട്ടല്ല, അതേ ഇന്നത്തെ പേഷ്യൻസിന്റെ പേരും വിവരമൊക്കെ എഴുതിയ പിന്നെ എവിടെ കൊണ്ടുവന്നത് മറ്റു കാര്യമൊക്കെ ഒന്ന് വേഗം റെക്കോർഡ് ചെയ്ത് പറഞ്ഞിട്ട് അന്നേരമല്ല നമ്മൾ ഈ പേഴ്സണൽസിനെ തപ്പിപ്പോകേണ്ടത്. സോ അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഡിസാസ്റ്റർ ഓർഗനൈസേഷനിൽ ഇത്തരം പേഴ്സണൽസിനെ നമ്മൾ നേരത്തെ കൂട്ടി എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ മറ്റു തരത്തിലുള്ള സപ്ലൈസ്, മരുന്നുകളായിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവര് ട്രാൻസ്പോർട്ടേഷൻ, പേഷ്യൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റിയ വിഭാഗം, അതിനുള്ള പേഴ്സണൽസ്, തൊഴിലാളികളും, അതുപോലെ തന്നെ സെക്യൂരിറ്റി, അതായത് സെക്യൂരിറ്റി വിഭാഗത്തെ നേരത്തെ പറഞ്ഞല്ലോ, മുകളിൽ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽസിലേക്ക് ഇൻ ആൻഡ് എക്സിറ്റ്, പുറത്തേക്കും അകത്തേക്കും ഒക്കെ വണ്ടികളും വാഹനങ്ങളും ഇഷ്ടംപോലെ ഇത്തരം സാഹചര്യങ്ങൾ വരും. അപ്പൊ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം അല്ലെ. അത് ആ ട്രാഫിക് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഏതൊക്കെ പേഷ്യൻസിന് ഏത് രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നും കടത്തിവിടണമെന്നും തിക്കും കൂട്ടാതെയൊക്കെ പാസേജ് ഒക്കെ, അതായത് കയറി വരികയും ഇറങ്ങി പോകുന്ന വണ്ടികളൊക്കെ സ്മൂത്ത് ആക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടായിരിക്കണം. പുതിയതായിട്ട് ആ ഒരു സമയത്തേക്ക് ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്, മറ്റ് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആ ഒരു മാനേജ്മെന്റ് വിഭാഗം, അങ്ങനെയുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെയും ഒക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഉണ്ടായാൽ ഈ പറയുന്ന വിഭാഗമൊക്കെ വേഗം തന്നെ എന്ത് ചെയ്യും, അവരവരുടെ സ്ഥാനം പിടിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി ഗിവൺ ഓർ അസൈൻഡ് സച്ച് ഡ്യൂട്ടീസ്. കാരണം എന്താ, അവർക്ക് അത്തരം ആ ഒരു ജോലികൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെക്കോർഡ് തയ്യാറാക്കുന്ന വിഭാഗത്തിലേക്കും കമ്മ്യൂണിക്കേഷൻ ഭാഗത്തേക്കും അതുപോലെ എഞ്ചിനീയറിംഗ് മെയിൻ്റനൻസ് വിഭാഗങ്ങളിലേക്കും ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പേഷ്യൻസിനെയും മറ്റു കാര്യങ്ങളൊക്കെ, അതുപോലെ സെക്യൂരിറ്റിക്കും അതുപോലെ തന്നെ മറ്റ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നോക്കാനൊക്കെ വേണ്ടിയിട്ട് ഓൾറെഡി കൊടുത്തിരിക്കുന്ന ആ പേഴ്സണൽസ് അന്നേരം അവരെന്ത് ചെയ്യും, റെഡി ആയിരിക്കും. അവർക്ക് പെട്ടെന്ന് ആക്റ്റീവ് ആകാനും പറ്റും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ അവർക്ക് അങ്ങനെ അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് പറ്റുള്ളൂ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളും വിഭാഗങ്ങളും സേവനങ്ങളും ഒക്കെ ഇവരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അതെന്താ എഴുതിയിരിക്കുന്ന ഹെഡിങ്ങും അതിന്റെ ചോട്ടിൽ എഴുതിയിരിക്കുന്ന സാധനം നമ്മൾ കണക്ട് ചെയ്താലേ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. അല്ലാതെ കുറെ പോയിട്ട് അവിടെ എന്ത് വെച്ചാൽ എന്താണാവോ എന്ന് പറഞ്ഞ് ആവരുത് കേട്ടോ. എന്താണ് ആ റെക്കോർഡ്സ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ അത് സ്പെഷ്യലി നമ്മൾ ഓരോ തൊഴിൽ വിഭാഗത്തെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്, അപ്പോയിന്റ് ചെയ്യുന്നതിനാണ്. എന്തിനു വേണ്ടിയിട്ട്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് എന്താ പറയാ കൃത്യമായ രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വിഭാഗങ്ങളിലേക്ക് കുറച്ച് സേവനം ആവശ്യം ഉണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കീ പേഴ്സണൽസിനെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നാണ് ഈ പറയുന്ന വിഭാഗത്തിലേക്കൊക്കെ. ഓക്കെ, ഇനി പറയുന്നത് എന്താന്ന് പറയുന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ഏരിയ ഷുഡ് ബി ഇയർ മാർക്ക്ഡ് എന്ന് വെച്ചാൽ എന്താ, ഈ പറയുന്ന ഒത്തിരി പേഷ്യൻസിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഫ്ലോ ഓഫ് പേഷ്യൻസ് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഒരുപാട് പേഷ്യൻസ് ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ പ്രെമിസസിൽ എന്താ പറയാ, ഹോസ്പിറ്റലിന്റെ ആ ഒരു ചുറ്റുവട്ടത്തൊക്കെ ഒത്തിരി പേഷ്യൻസിനെ കൊണ്ട് നിറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ മര്യാദയ്ക്ക് കൊടുക്കണം അല്ലെ. എല്ലാ പേഷ്യൻസിനെയും അവരുടെ ട്രയേജ് അനുസരിച്ച് സോർട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ ഷുഡ് ബി ഗിവൺ ട്രീറ്റ്മെന്റ്. അപ്പൊ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കണം അല്ലെ. പ്രത്യേകം ഏരിയാസ് അതിനു വേണ്ടി കണ്ടെത്തണം. യൂഷ്വൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഹോസ്പിറ്റൽസിൽ നടത്തുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, കാഷ്വാലിറ്റി ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ആസ് യൂഷ്വലി നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഇത്തരം അധികമായിട്ടുള്ള പേഷ്യൻസിന്റെ ആ ഒരു ഫ്ലോ വരുന്ന സമയത്ത് ഈ പറയുന്ന ഏരിയാസ് പോരാണ്ട് വരും അല്ലെ. അങ്ങനെയല്ലേ തീർച്ചയായിട്ടും ഉണ്ടാകുക. അങ്ങനെ വരുമ്പോ there should be some areas to be earmarked എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നീക്കി വെക്കാന്നർത്ഥം. കുറച്ച് ഏരിയാസ് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റി വെക്കേണ്ടത്? ഹോസ്പിറ്റലിന്റെ ആ ചുറ്റുവട്ടം, അതായത് ഹോസ്പിറ്റൽ പ്രെമിസസ് എന്ന് പറഞ്ഞാൽ എന്താ,
നമ്മുടെ വീടും പരിസരം എന്ന് പറയില്ല, അത് തന്നെ ഹോസ്പിറ്റലിന്റെ പരിസരം ഒക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അത് ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസീവിംഗ് ആൻഡ് സോർട്ടിംഗ്, ദാറ്റ് മീൻസ് പ്രൈവറ്റ് ഏരിയ അല്ലെ. അതായത് പേഷ്യൻസിനെ തരംതിരിക്കാൻ ഏറ്റവും പെട്ടെന്ന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആർക്കാണ്, അങ്ങനെ അതിന് ഏറ്റവും ലീസ്റ്റ് ആയിട്ട്, അതായത് ഒരു ചെറിയ ഫസ്റ്റ് എയ്ഡ് മാത്രമൊക്കെ കൊടുത്ത് അവരെ എവിടെയെങ്കിലും ഒന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് വിളിച്ച് എവിടെയെങ്കിലും ഒന്ന് ഒരിച്ചിരി ഷെൽട്ടറൊക്കെ കൊടുത്ത് എവിടെയെങ്കിലും എത്തിയാൽ മതി, അങ്ങനെയുള്ളവരെ അങ്ങനെ അല്ലെ. കുറച്ച് 3-4 മണിക്കൂർ വൈകിയാലും കുഴപ്പമില്ല, ഇവരുടെ ട്രീറ്റ്മെന്റ് കുറച്ച് വൈകിയാലും ബാക്കിയുള്ളവർക്ക് മുൻഗണന കൊടുക്കുക, അങ്ങനെയുള്ള ഏരിയ അത് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ. ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷൻ, ദോസ് ഹു ആർ ടു ബി ഗിവൺ, അതായത് പേഷ്യൻസിന് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതായിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു പ്രത്യേക ഏരിയ. പിന്നെ ഒരു ഹോൾഡിംഗ് വാർഡ് എന്ന് വെച്ചാൽ ചില പേഷ്യൻസിന് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടി വരും, അതായത് അവിടെ കിടത്താനോ, അതായത് അധികം നേരം കിടത്താനല്ലെങ്കിലും എന്താ പറയാ, അവിടെയൊക്കെ സ്ഥിരമായിട്ട് കിടത്താൻ പറ്റില്ല, പക്ഷെ ഒരു താൽക്കാലികമായിട്ടാണെങ്കിൽ ഇവരെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ഒരു വാർഡ് പോലെ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിനകത്തേക്കല്ല പുറത്തുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു അവരെ നിരീക്ഷിക്കാനും മറ്റു കാര്യങ്ങൾക്ക് അതന്നെ ഒബ്സർവേഷൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഒരു നഴ്സിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഏരിയ, ശുശ്രൂഷിക്കാൻ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റിയ ഒരു ഏരിയ. ഇതൊക്കെ ഹോസ്പിറ്റലിന്റെ പ്രമിസസിനകത്ത് നമുക്ക് സം സ്പേസ്, അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവർക്ക് ആ ഒരു കൃത്യമായ സൗകര്യങ്ങൾ എവിടേക്കാണോ ഉള്ളത് അതനുസരിച്ച് ഹോസ്പിറ്റൽസിനത് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഫാർമസി ഓർ മെഡിക്കൽ സ്റ്റോർ, നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഓൾറെഡി ഒരു ഫാർമസി ഉണ്ട്, പക്ഷെ ഇത്തരം പേഷ്യൻസിന് അല്ലെങ്കിൽ ഇത്തരം ഡിസാസ്റ്ററിൽ പെട്ടിരുന്ന പേഷ്യൻസ് കൂടുതലും പലതരത്തിലുള്ള ഇഞ്ചുറീസ് അല്ലെ ആയിട്ടൊക്കെ ആയിരിക്കും വരിക കൂടുതലും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ട മരുന്നുകളൊക്കെ പെട്ടെന്ന് ഇത്തരം ഒരു ചെറിയ ഒരു ഫാർമസിയിലൊക്കെ മെഡിക്കൽ സ്റ്റോർ പോലെയൊക്കെ കൊടുത്തു വെച്ചാൽ അവർക്ക് അത് അവിടെ പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യാം, അധികം താമസിക്കാതെ. ടെമ്പററി മോർഗ് ഫോർ ഡെഡ് ബോഡീസ് ടു ബി സ്റ്റോർഡ്, എന്തിനു വേണ്ടിയിട്ട്? മോർഗ് എന്താ? മോർഗ് ഈസ് ദ വേർഡ് എന്തിനു വേണ്ടിയിട്ട്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മോർഗ്? മോർച്ചറി നമ്മൾ പഠിച്ചിട്ടുണ്ട്, മോർച്ചറി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചതാണ് നിങ്ങൾ. മോർച്ചറി സർവീസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ്. മോർച്ചറി എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത് മോർഗ് എന്ന് പറയുന്നതാണ്. എന്താ മോർഗിന്റെ അർത്ഥം? ഡെഡ് ബോഡി ടെമ്പററി ആയിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അല്ലെ, ഒരു ഫോം. അതിനെയാണ് നമ്മൾ മോർഗ് അല്ലെങ്കിൽ മോർച്ചറി എന്ന് വിളിക്കുക. ഇനി ഡീകൺടാമിനേഷൻ ഏരിയ, അതായത് ഡീകൺടാമിനേഷൻ ഏരിയ എന്താണ്? അതായത് അത് മുക്തമാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ. അപ്പൊ ഇങ്ങനെ പല ഏരിയാസും അതന്നെ സാനിറ്റൈസിങ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന ഏരിയാസ് ഇതെല്ലാം ഹോസ്പിറ്റലിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം റെക്കോർഡുകളുടെ വിഭാഗമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ ഉള്ളതുപോലെ ഈ പറയുന്ന ഏരിയാസ് നമ്മുടെ ഹോസ്പിറ്റൽസിലുണ്ട്. പക്ഷേ ചിലപ്പോ ടെമ്പററി ആയിട്ട് ഇത്തരം ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ, അവർക്ക് മരുന്ന് പ്രൊവൈഡ് ചെയ്യാൻ, അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ, അവരിൽ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരുന്ന വാന്തകയോ അല്ലെങ്കിൽ അവർ ഡിസാസ്റ്ററിലോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെഡ് ബോഡീസ് സൂക്ഷിക്കാൻ അല്ലെ, ഡീകൺടാമിനേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് എന്താ പറയാ വിസരണമൊക്കെ എന്താ പറയാ, പ്രസരണം അല്ലെ, അങ്ങനെയൊക്കെ ബാക്ടീരിയാസ് ഒക്കെ കൂടുതലൊക്കെ സ്പ്രെഡ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പൊ അതൊക്കെ ഡീകൺടാമിനേറ്റ് ചെയ്യണമെങ്കിൽ സാനിറ്റൈസ് ചെയ്യാനുള്ള ഏരിയാസ് അതൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ പ്രത്യേകം നിയോഗിക്കലുകൾ ആരൊക്കെയാണോ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കേണ്ടത്, ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇത്തരം ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്താം, ഇതൊക്കെ പ്ലാനിങ്ങിൽ ഉൾപ്പെടും. ഇതൊക്കെ ഡിസാസ്റ്റർ ഓർഗനൈസേഷനിൽ പെട്ട കാര്യമാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാമോ ആ പോയിന്റുകളും? ഏതൊക്കെ ഏരിയാസ് ഹോസ്പിറ്റൽസിൽ അറേഞ്ച് ചെയ്യണം, ഹോസ്പിറ്റൽ പ്രെമിസസിനകത്ത് ഡിസാസ്റ്റർ ഒക്കെ ചെയ്താൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ ഏരിയാസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ്ഫുൾ ആക്കാൻ പറ്റുക, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റൽ പ്രെമിസസ് അതിന്റെ സ്ഥലം ഒരുക്കേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞത്. Okay. Yes. അടുത്തത് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഇനി ഈ ഡിസാസ്റ്റർ ഓർഗനൈസേഷൻ വേണ്ടിയിട്ട്, ഡിസാസ്റ്ററിനെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് there should be an area which is known as its control room or headquarters. അതായത് ഡിസാസ്റ്റർ ഓർഗനൈസേഷന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സിന് വേണ്ടി ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയിരിക്കും.
ഓപ്പറേഷൻ നേരത്തെ കൂടി. ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ കൺട്രോൾ റൂം, അല്ലെങ്കിൽ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്നതാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഡിസാസ്റ്ററിനെ ഓർഗനൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതും ഒരു അറേഞ്ച്മെന്റ് ആയിട്ട് വേണം അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് പേഷ്യൻസ് ഹോസ്പിറ്റലിലുണ്ട്, ദുരന്തം ഉണ്ടായി എന്നറിഞ്ഞ് ഒരുപാട് ചിലപ്പോൾ റിലേറ്റീവ്സ് ഒക്കെ കുറച്ച് ദൂരെ നിന്നൊക്കെ ചിലപ്പോൾ അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ അതിനകത്ത് പെട്ടെങ്കിൽ എവിടെന്നെങ്കിലും ഓടിപ്പടഞ്ഞു വരും അല്ലെ, ഓടിപ്പടഞ്ഞു വന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളും ഇതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിലൊക്കെ പെട്ട് എന്താ പറയാ ഓരോ ഹോസ്പിറ്റൽ, അതായത് സ്കൂളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ സ്കൂളിൽ ആണ് സ്റ്റേ ചെയ്തതെങ്കിലും പക്ഷെ ഓരോ 1-2 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ആളുകൾക്ക് ഇങ്ങനെ പെട്ടെന്ന് നമ്മളെ ഇത് വഞ്ചിയിൽ കയറ്റിയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവരും അവരെ അടുത്തുള്ള കൂടുതൽ സേഫായ സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെള്ളം ഇറങ്ങുന്ന, അതായത് വെള്ളം ഇങ്ങനെ താഴ്ന്നു പോകുന്നത് കാണാനില്ല. ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ 6 ഫീറ്റ് വരെ ആ പൊക്കത്തിൽ വന്ന വെള്ളം അത് ഇച്ചിരിയെങ്കിലും താഴേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മളിങ്ങനെ അടയാളം വെച്ച് ജനലിൽ കൂടെയൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇച്ചിരിയെങ്കിലും താഴുമ്പോ നമുക്കൊരു എന്താ പറയാ ഒരു ആശ്വാസം അല്ലെ, ഒരു ഹോപ്പ് അല്ലെ. അത് ഇപ്പൊ താഴ്ന്നാൽ നമുക്ക് ഇനി ഇച്ചിരി ചെയ്യുമ്പോ കുറഞ്ഞു വന്നോളും. നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്, പക്ഷെ വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ആ ഒരു ഇതിനകത്ത് ഒരു തരി പോലും താഴേക്ക് ഒരു എന്താ പറയാ ഇഞ്ചെന്ന് പറയണ്ട, 1 സെന്റിമീറ്റർ പോലും താഴേക്ക് ഇറങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ. കാരണം ഇത് സ്കൂളാണേ, ഇപ്പൊ സ്കൂളിലാവുമ്പോ സ്കൂളിന്റെ ഓഡിറ്റോറിയം ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അതിന് എന്താ പറയാ ഓഡിറ്റോറിയം ആവുമ്പോൾ നമുക്കറിയാലോ, അതിന്റെ ബാക്കില് എന്താ പറയാ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭരതനാട്യം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആണ് അവിടെ പെയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് എന്താ പറയാ തല വരെ അതിന്റെ മുങ്ങിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു തലഭാഗം മാത്രമല്ല. അപ്പൊ നമ്മളിങ്ങനെ നോക്കി നിൽക്കണം. അതിന്റെ താഴേക്ക് കുറച്ച് ഉടുപ്പ് കാണുന്ന രീതിയിലോ അതിന്റെ ബോഡി പാർട്ട് കാണുന്ന രീതിയിലേക്ക് താഴേക്ക് വരുന്നുണ്ടോ എന്ന് എപ്പോഴെപ്പോഴും മിനിറ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പോക്കാണ്. പക്ഷെ അങ്ങനെ ഇല്ലാന്ന് കണ്ടപ്പോഴാണ് ആളുകൾ എല്ലാവരെയും 10,000-3000 ആളുകൾ സ്കൂളിനകത്ത് ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. ബെഞ്ചും ഡെസ്കും ഒക്കെ ഇരിക്കാൻ പോലും നമുക്ക് സ്ഥലമില്ല. പിന്നെയാണെങ്കിലോ നീന്തിയൊക്കെ വെള്ളത്തിൽ മുങ്ങി നീന്തി വന്നിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന നമ്മുടെ ഉടുപ്പുകൾ വരെ നനഞ്ഞിരിക്കുകയാണ്. നമുക്കത് മാറാൻ പറ്റില്ല. കാരണം ആളുകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണല്ലോ. ഒരു മുറിക്കകത്ത് ഒരു ക്ലാസ് റൂമിനകത്ത് തന്നെ ഒത്തിരി ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? അതും പറ്റില്ല. ഇതെല്ലാവരും ഇങ്ങനെ കൊച്ചുങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദയനീയമായ അവസ്ഥ അല്ലെ. നമ്മളെങ്ങനെയൊക്കെയാ കുട്ടികളെ നമ്മുടെ വീട്ടിലൊക്കെ പരിചരിക്കുന്ന അവർക്ക് അല്ലെ. പക്ഷെ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടും നമ്മൾ ഇങ്ങനെ ഒരു നിരാശയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് വഞ്ചിയിൽ കൊണ്ടിട്ടും ബോട്ടിൽ വന്നിട്ടും ഒക്കെ ആളുകളെ ഞാൻ പറഞ്ഞില്ലേ മതിലൊക്കെ ചാടി എന്താണെന്നറിയില്ല. അതിനകത്തൊരു ധൈര്യം എവിടെന്നോ വരുന്നു. അല്ലെങ്കിൽ ഒരു പൊക്കത്ത് ഒരു കസേര ഇട്ടിട്ട് അതിന്റെ പൊക്കത്ത് കയറാൻ പേടിക്കുന്ന നമ്മളാ. ഇത്രയും പൊക്കത്തിൽ ഹൈറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് താഴേക്ക് സൺഷെയ്ഡിലേക്ക് ഇറങ്ങിയിട്ട് വേണം എവിടേക്ക് ചാടാനും ബോട്ടിലേക്ക് ചാടാൻ. അതൊക്കെ നടക്കും. എങ്ങനെ അറിയില്ല. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും സംഭവം താഴെ എത്തിയിരുന്നു. അതിനുശേഷം നമ്മൾ എവിടേക്ക് അടുത്തുള്ള ഹോസ്പിറ്റലുകളിലേക്കാണ് നമ്മളെ ക്യാമ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോയത്. ഇപ്പൊ ഹോസ്പിറ്റൽസിലായിരുന്നു അന്നേരം പിന്നെ സൗകര്യം ഉണ്ടായിരുന്നത്. ആളുകൾ എല്ലാവരും ഒരുപാട് പേര് ചീട്ടെടുത്ത് എന്താ പറയാ മുറിയെടുത്തൊക്കെ നമ്മൾ ഹോസ്പിറ്റൽസിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കയറി നമ്മളെ കാണാനായിട്ട് നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ നിന്നൊക്കെ വെള്ളം പിന്നെ ഇതാണ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് വെള്ളം കുറച്ചൊക്കെ താഴ്ന്നു തുടങ്ങിയത്. പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ കാണാൻ വന്നതൊക്കെ. അപ്പൊ അവര് വരുമ്പോഴായാലും അന്വേഷിക്കുന്നത് ഏതെങ്കിലും ചീട്ടെടുത്ത ആ രോഗിനെ ആയിരിക്കില്ല. അവർക്ക് വേണ്ടത് ഡിസാസ്റ്ററിൽ അകപ്പെട്ട ആളുകളെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ അതിനൊരു ഹെഡ് ക്വാർട്ടേഴ്സ് നിർബന്ധമായിട്ട് വേണ്ടി വരും. ബിക്കോസ് അങ്ങനെ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിന്റെ കീഴില് അവരുടെ കൺട്രോളില് കൊണ്ടുവരുമ്പോ അവർക്ക് ആരെങ്കിലും ഒക്കെ അന്വേഷിച്ചു വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അന്വേഷണത്തിനൊക്കെ വരുമ്പോ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് എളുപ്പമായി. അതുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽസിന് there should be some headquarters for disaster operations or organizations and also അതിന്റെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൺട്രോൾ റൂം ഒക്കെ. ഓക്കെ, അപ്പൊ അതൊരു സ്യൂട്ടബിൾ പ്ലേസിലായിരിക്കണം. അതായത് ഭരണപരമായിട്ട് മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലൊക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ ഒരു ചില നമുക്ക് ഹോസ്പിറ്റൽസിൽ തന്നെ ചിലപ്പോൾ വെയിക്കന്റ് ആണ് കിടക്കുന്ന വല്ല റൂംസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ റൂമില് ടെമ്പററി ആയിട്ടുള്ള ഒരു ഷെൽട്ടറൊക്കെ ഇറക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പണിതട്ടെ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് എങ്ങനെ വേണമെങ്കിലും ആകാം. തൊട്ടടുത്ത് ഡിസാസ്റ്ററിനെ ഓർഗനൈസ് ചെയ്യുന്ന ആ പ്ലേസിൽ തന്നെയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പൊ അതിനൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഷുഡ് ബി
സിറ്റുവേറ്റഡ് നിയർ ദ എക്സിസ്റ്റിംഗ് അഡ്മിഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പോയിന്റ്, ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുവരികയും അഡ്മിറ്റ് ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുക ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. അപ്പൊ ഈസി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ അല്ലെങ്കിൽ മാത്രമല്ല ചിലപ്പോ കാഷ്വാലിറ്റിയുടെ അടുത്ത് പേഷ്യൻസിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരില്ലേ, അവിടെ ആയാലും കുഴപ്പമില്ല. ഹെഡ്ക്വാർട്ടേഴ്സ് ഏറ്റവും അടുത്ത് അഡ്മിഷൻ സ്ഥലത്തോ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയുടെ അടുത്തോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പോയിന്റിലോ ഒക്കെ ആണെങ്കിൽ മോർ ഹെൽപ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് നിർബന്ധമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റില് എന്നാണ് പറയാം. ഓക്കെ, സോ അതൊന്ന് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന്. ഹെഡ്ക്വാർട്ടേഴ്സിന്റെ കീഴിലുള്ള കുഞ്ഞി 2 പാരഗ്രാഫ് പെട്ടെന്ന് വായിച്ചു നോക്കുക. Okay, clear ആയല്ലോ? Yes. Then sufficient space should be allocated for the following officials. ഇനി എന്താ, അപ്പൊ നമ്മള് എന്താ പറഞ്ഞത്, നേരത്തെ പറഞ്ഞു എന്താ പറയാ, ചില കീ പേഴ്സണൽസിന്, ചില പ്രധാനപ്പെട്ട തൊഴിൽ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ, ചില സേവനങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ചില മേഖലകൾക്ക് ചില ഒഫീഷ്യൽസിനെ അപ്പോയിന്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഇന്ന ജോലികൾ അസൈൻ ചെയ്ത് റെക്കോർഡ് കീപ്പ് ചെയ്യാൻ, ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ സപ്ലൈ ചെയ്യാൻ, ട്രാൻസ്പോർട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ സെക്യൂരിറ്റി വിഭാഗം, നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിഭാഗം, ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ജോലിക്കാരെ നിയമിക്കണമെന്നും, പിന്നെ ചില കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലിന്റെ പ്രെമിസസ് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി അന്നേരം അറേഞ്ച് ചെയ്യേണ്ടി വരും. അതായത് പേഷ്യൻസിനെ സോർട്ട് ചെയ്യാൻ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സ്റ്റേഷൻ, നഴ്സിംഗും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഹോൾഡിംഗ് വാർഡ്, എന്താ മനസ്സിലായില്ലല്ലോ എനിക്ക്, ഫാർമസി, മെഡിക്കൽ സ്റ്റോറുകൾക്കൊക്കെ വേണ്ടിയിട്ട്, പിന്നെ മോർഗ്, അതായത് നമ്മളുടെ ഡെഡ് ബോഡീസ് ഉണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഡീകണ്ടാമിനേഷന് വേണ്ടിയിട്ട്. എന്താക്കി മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ സിറ്റുവേറ്റഡ് ഇവിടെ എന്താ മീനിങ് എന്നോ, control room should be situated near the existing admission and registration point for patients. എന്ന് വെച്ചാൽ എന്താ, പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ അവർക്ക് രജിസ്ട്രേഷൻ പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ ഓരോ പേഷ്യന്റും. അതായത് ഒരു ഡിസാസ്റ്ററിൽ അകപ്പെട്ട ഇന്ന പേഷ്യൻസിനെ ഇവിടെ കൊണ്ടുവന്നത് എന്തായാലും അറിയണം. കാരണം എന്താണെന്നറിയോ, ഇനി ഇൻ കേസ് എന്തെങ്കിലും പിന്നീട് സംഭവിച്ച ആ പേഷ്യൻസ് ഇവിടെ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആളെ കിട്ടിയില്ലേ, ഇതൊക്കെ പിന്നീട് ചോദ്യവും അന്വേഷണമൊക്കെ വരും അല്ലെ, ആരെങ്കിലും ഒക്കെ കിട്ടാനുണ്ടോ എന്നൊക്കെ. നമ്മൾ അറിഞ്ഞല്ലോ, നമുക്കും ഈ വയനാട്ടിലുണ്ടായ ദുരന്തം നമ്മളും കേട്ടതും ഒക്കെ അല്ലേ. അപ്പൊ നമുക്കറിയാം അതിനകത്ത് ഒരുപാട് ആളുകളുടെ എന്താ പറയാ ബോഡി പോലും കിട്ടാത്തവരും ഉണ്ട്. ഓക്കെ, പക്ഷെ അതൊക്കെ എന്തായാലും അങ്ങനെയുള്ളവർ അതിനകത്ത് വിട്ടുപോയി. അതുകൊണ്ട് അല്ലാതെ അവരവിടെ നിന്ന് അവരെവിടേക്കെങ്കിലും മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും രക്ഷപ്പെട്ടു പോയി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. ചിലപ്പോ നമ്മള് കുറച്ച് കാണാതെ ഒട്ടും തന്നെ ആൾ എവിടെയാണെന്ന് മനസ്സിലാക്കാതെ കഴിഞ്ഞാൽ അവസാനം നമ്മൾ വിചാരിക്കും അവരതിനകത്ത് തന്നെ പെട്ട് മരിച്ചു പോയിട്ടുണ്ട് എന്നാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ തിരക്കേണ്ടത് ഈ ഒരു പോയിന്റിലായിരിക്കണം നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് ഈ പറയുന്ന അഡ്മിഷൻ സ്റ്റേഷനില് അല്ലെങ്കിൽ എന്താ പറയാ രജിസ്ട്രേഷൻ പോയിന്റില് അങ്ങനെയൊക്കെയുള്ള ആ ഒരു സ്ഥലത്തായിരിക്കും ഈ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടാകേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് മാത്രമല്ല, അവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിനകത്ത് റൂംസ് ഒക്കെ വേക്കന്റ് ആയിട്ട് കിടക്കുന്ന വല്ല റൂമൊക്കെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് താൽക്കാലികമായ ഒരു ഷെൽട്ടർ പോലെ കെട്ടിപ്പൊക്കി എന്ത് ചെയ്യാം, ഒരു രജിസ്ട്രേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിന് വേണ്ടിയിട്ട് ഒരു റൂം അല്ലെങ്കിൽ അത് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിറ്റുവേറ്റ് ചെയ്യുക, സ്ഥാപിക്കുക, സ്ഥാപിക്കുക. ഓക്കെ, ഇനി എന്തൊക്കെ ഒഫീഷ്യൽസ് ആണ്, അപ്പൊ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങള് എന്തൊക്കെ ഉണ്ടായിരിക്കണം, ഓർഗനൈസ് ചെയ്യുന്നത് ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സേവനങ്ങൾ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യേണ്ട ആൾക്കാർ ആരൊക്കെയാണ്, അതെന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഏതൊക്കെ ഒഫീഷ്യൽസ് ആണ് ഇത്തരം എന്താ പറയാ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ട ചില ഒഫീഷ്യൽസ്, ചില ഉദ്യോഗസ്ഥരെ നമുക്ക് എന്ത് വേണ്ടി വരും അല്ലെ. അപ്പൊ അതിന് വേണ്ട ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ പറയാം.
പറയുന്നുണ്ട്. മെഡിക്കൽ ഡയറക്ടർ, അഡ്മിനിസ്ട്രേറ്റീവ് ചീഫ്, സ്റ്റോർസ് ആൻഡ് സപ്ലൈ ഓഫീസർ, കമ്മ്യൂണിക്കേഷൻ ഓഫീസർ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ PRO ആണ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫീസർ, ഹോസ്പിറ്റൽ കീപ്പിംഗ് ആൻഡ് സാനിറ്റൈസേഷൻ ഓഫീസർ, സെക്യൂരിറ്റി കൺട്രോൾ ഓഫീസർ ആൻഡ് നഴ്സിംഗ് ഓഫീസർ. ഈ പറയുന്ന ഓഫീഷ്യൽസിനും എന്താ പറയാ സഫീഷ്യന്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. കാരണം ഇവരൊക്കെ അവിടെ ഇരുന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ജോലികളൊക്കെ അവരാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് പ്രത്യേക സ്ഥലങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? മെഡിക്കൽ ഡയറക്ടർ, അഡ്മിനിസ്ട്രേറ്റീവ് ചീഫ്, സ്റ്റോർസ് ആൻഡ് സപ്ലൈ ഓഫീസർ, കമ്മ്യൂണിക്കേഷൻ ഓഫീസർ, ട്രാൻസ്പോർട്ടേഷൻ ഓഫീസർ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ, ഹോസ്പിറ്റൽ കീപ്പിംഗ് ആൻഡ് സാനിറ്റേഷൻ ഓഫീസർ, then സെക്യൂരിറ്റി കൺട്രോൾ ഓഫീസർ ആൻഡ് നഴ്സിംഗ് ഓഫീസർ. ഓക്കെ, അപ്പൊ ഇവർക്കും പ്രധാനമായിട്ട് ഇവർക്കും വേണ്ട ചില സ്പേസുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. Then ഇനി അടുത്തത് എന്താ? അപ്പൊ നമ്മൾ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെ റെക്കോർഡുകൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ കീപ്പ് ചെയ്യാനുള്ള പേഴ്സണൽസിനെ നമ്മൾ കണ്ടെത്തി. അതിന് ഏതൊക്കെ കാര്യങ്ങളാണ് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഏതൊക്കെ ഹോസ്പിറ്റലിന്റെ പ്രെമിസസ് ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കണം, ഉപയോഗപ്പെടുത്തണം, അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ സ്ഥലങ്ങൾ തയ്യാറാക്കണം അത് നമ്മൾ പറഞ്ഞു. ഈ സ്ഥലങ്ങളിലൊക്കെ മാത്രമല്ല ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ അനുസരിച്ച് അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരുടെ പേരുകൾ ആരൊക്കെയാണ് ആ ഉദ്യോഗസ്ഥർ അവർക്ക് വേണ്ട സ്ഥലങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആ ഉദ്യോഗസ്ഥരുടെ പേരുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഒരു എന്താ പറയാ ഡിസാസ്റ്റർ അലേർട്ട് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, so when a disaster occur, everyone should be informed or noted. ഈ ഒരു എന്താ പറയാ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ പ്രദേശവാസികൾക്കൊക്കെ ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള ഒരു എന്താ പറയാ ഒരു സൂചന എല്ലാവരിലേക്കും എത്തിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിനകത്തും അല്ലെ എമർജൻസി ആയിട്ട് ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ബൈ ഓൾ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഡിസാസ്റ്റർ അലർട്ട് പുറപ്പെടുവിക്കുമ്പോൾ അത് എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിൽ എല്ലാവരും ഒരേ രീതിയിൽ മീൻ ചെയ്യുന്ന രീതിയിൽ വേണം അത് ഇൻഫോം ചെയ്യാനായിട്ട്. ചില ആൾക്കാർ ഇങ്ങനെ വെറുതെ കിടന്ന് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് പറ്റിയത് അങ്ങനെയാട്ടോ, അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ. അതായത് ഒരു വെള്ളപ്പൊക്കം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടാണ്. ഇത് മുഴുവൻ ശരിയായ മഴ പെയ്തിട്ടുള്ള വെള്ളപ്പൊക്കമാണോ എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ചില ആളുകളുടെ അനാസ്ഥ കൊണ്ട് ഉണ്ടായതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പല രീതിയിലും ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വട്ടവറയിൽ മുമ്പിൽ കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് നമുക്ക് ഇനി അത് ഡിസ്കസ് ചെയ്തിട്ടില്ല, കാര്യമില്ല. കാരണം അനുഭവിക്കേണ്ടവർ അത് അനുഭവിച്ചിരിക്കും. അപ്പൊ എന്താന്ന് വെച്ചാ പറഞ്ഞു വന്നത് അതന്നെ. അപ്പൊ വെള്ളപ്പൊക്കം ഓഗസ്റ്റ് 15-ന് പതുക്കെ നമ്മുടെ മുറ്റത്തൊക്കെ വന്നിട്ട് തെളിഞ്ഞ് കാണുമ്പോൾ നമുക്ക് അതിനകത്തൊക്കെ കളിക്കാനും അല്ലെ കുട്ടികളാണെങ്കിൽ കളിക്കുമ്പോൾ കാണാനും ഫോട്ടോ പിടിക്കാനും വീഡിയോ പിടിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. അത് സന്ധ്യക്കൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങനെ കിടക്കണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സ്റ്റെപ്പിന്റെ ആദ്യത്തെ സ്റ്റെപ്പിന്റെ അവിടെ വരെയൊക്കെ വരും. അത്രയും വരെ ആയിട്ടുള്ളൂ. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ സ്റ്റെപ്പ് വരെ വരുള്ളൂ, അതങ്ങനെ പോകും, 4 നേരം വീട്ടിൽ പോകും. ചില ആളുകൾ പറയുന്നു ഇത് പോകും, വീടിന്റെ അത്രയും വരെ പോകും എന്ന് പറയുന്നു, ഇത് കുറച്ചും കൂടിയൊക്കെ പോകുള്ളൂ എന്ന്. പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ആളുകൾ പറയാം. ശരിയായ ഇൻഫോർമേഷൻസ് ആയിരിക്കില്ല പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് കുഴപ്പമില്ല, ഇപ്പൊ വൈകുന്നേരം രാത്രി ആവുകയും എന്തായാലും പോയിക്കോളും, നേരം വിളിക്കും, ചിലപ്പോൾ ക്ലിയർ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, രാത്രി ആയപ്പോ കിടന്നു നോക്കുന്നു, ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴാണ് പിന്നെ നമ്മള് എന്താ പറയാ ഓരോർക്കൊക്കെ കഴിഞ്ഞു പറയാറ് പോലെ 2 മണിക്കോ 3 മണിക്കോ ഒക്കെ പെട്ടെന്ന് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ചിലപ്പോൾ എഴുന്നേക്കുമല്ലോ, വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് എഴുന്നേക്കുന്ന സമയത്താണ് പിന്നെ കാലെടുത്ത് വെച്ചത് എവിടെയാ വെള്ളത്തിലാ, നമ്മുടെ വീടിനകത്തോട്ട് വെള്ളം വന്നു. അതായത് നമ്മൾ കിടക്കുന്ന ബെഡിന്റെ കട്ടിലിന്റെ താഴെ നമ്മൾ കാലെടുത്ത് വെച്ചത് വെള്ളത്തിലേക്ക്. ഭയങ്കരമായിട്ട് ഒരു ഇതായിരുന്നു. കാരണം അത്രയും വരെ വെള്ളം നമ്മൾ ഒരിക്കലും, കാരണം ചൂടിപ്പോ നല്ല പൊക്കത്തിലാ വീട്. അപ്പൊ അവിടെ നിന്ന് പിന്നെ നമ്മൾ കാലെടുത്ത് വെച്ചത് രാവിലെ, അതായത് രാവിലെ ആയിട്ടില്ല, 2 മണി, രാത്രി 2 മണിക്കാണ് കാലെടുത്ത് താഴേക്ക് വെച്ച വെള്ളത്തിലാണ് നമ്മള് പുഴയിൽ നിൽക്കുന്ന പോലെയാണ് കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോ ഏകദേശം നമ്മുടെ ഫ്രണ്ടിൽ കൂടെ സ്റ്റെപ്പ് ചെയ്യുന്നൊക്കെ അപ്പുറം ഒക്കെ കറന്ന് വെള്ളം കയറി. പിന്നെ നമ്മൾ വേഗം തന്നെ കൊച്ചുങ്ങളൊക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് എന്ത് ചെയ്തു, സ്റ്റേഴ്സിലേക്ക് പോയി. അവിടെ നിന്ന് പോകുമ്പോൾ ആളുകളൊക്കെ പുറത്തെ റോഡിൽ കൂടി ആ സമയത്ത് നടക്കുകയാണ്, വെള്ളം നീന്തി പോകാണ് സ്കൂളുകളിലേക്ക് ക്യാമ്പ് ചെയ്യാനായിട്ട്. അപ്പോഴും ആളുകൾ കൃത്യമായ ഇൻഫോർമേഷൻസ് നമുക്ക് തരുന്നില്ല. ആളുകളൊക്കെ അവരവർക്ക് തോന്നുന്ന രീതിയിലാണ് പ്രവർത്തിച്ചത്.
അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ വരില്ലാന്ന് വിചാരിച്ചു വീണ്ടും അവിടെ തരുന്നു. പിന്നീട് ഒരു പിറ്റേ ദിവസം 16th ഏകദേശം ഒരു 10-10:30 ആയപ്പോഴാണ് വെള്ളം വീണ്ടും വീണ്ടും പൊങ്ങിക്കൊണ്ടേ തന്നെ ഇരിക്കുകയാണ്, താഴോട്ടല്ല പോണേന്ന് മനസ്സിലായത്. വീണ്ടും വീണ്ടും ഇങ്ങനെ കയറി നമ്മുടെ സ്വിച്ച് ബോർഡിന്റെ അവിടെ വരെയൊക്കെ എത്തുന്ന സമയത്തൊക്കെ നമ്മള് കഷ്ടപ്പെട്ട് നീക്കിപ്പോയത്. മര്യാദയ്ക്ക് നേരത്തെ മര്യാദയ്ക്ക് നടന്ന് ക്യാമ്പ് ചെയ്യുന്നവർക്ക് ആളുകൾ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ സേഫ് ആയിട്ടാണ്. അന്നേരം നമുക്ക് എന്ത് മാത്രമേ ആളുകൾക്ക് വിചാരം ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ ലൈഫ് മാത്രമേ വിചാരം ഉണ്ടായിരുന്നുള്ളൂ, ജീവൻ. ആ ഒരു സാധനത്തിൽ മാത്രമേ നമ്മള് വില കൽപ്പിച്ചുള്ളൂ. നമ്മുടെ വീടിനകത്ത് ഇഷ്ടംപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പലരുടെയും, പക്ഷെ അതിനെയൊന്നും നമ്മൾ വില കൽപ്പിച്ചില്ല അന്നേരം. കാരണം നമുക്ക് അന്നേരം ലൈഫ് മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ. എല്ലാത്തിനെയും കൊച്ചുങ്ങളൊക്കെ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ട് വേഗം തന്നെ സേഫ് ആയ സ്ഥലത്തേക്ക് മാറുക എന്നുള്ളതായിരുന്നു അല്ലെ. അപ്പൊ ഈ പറയുന്ന ചില തെറ്റായ പ്രചരണങ്ങൾ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അതിഭയാനകമായിരിക്കും എന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് അത് അനൗൺസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫോം ചെയ്യുക, അത് ക്ലിയർലി ഇൻഫോംഡ് ആയിരിക്കണം, ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു അലേർട്ട് ആയിരിക്കണം ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോ അത് വളരെ ഷോർട്ടായിട്ട് വളരെ പ്രസംഗ രൂപത്തിലൊക്കെ പറഞ്ഞ ആൾക്കാരെ പോരടിപ്പിക്കാതെ ക്ലിയർ കട്ടായിട്ട്, അത് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ടെലിഫോണിക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ആയിരിക്കാം. അതെങ്ങനെയാണോ അത് ആ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ് കൃത്യമായിട്ട്, സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ ആരാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, ടെലിഫോണിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാം വിത്തൗട്ട് ആഡിങ് ഓർ ഡിലീറ്റിങ് എനിത്തിങ്. അതായത് നമ്മൾ കയ്യിൽ നിന്ന് കുറെ കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ആവശ്യമുള്ള ശരിയായ രീതിയിലുള്ള ഇൻഫർമേഷൻ പറയാതെ അവിടെ നിന്നൊക്കെ കഷ്ണമായിട്ട് പറയുന്നു, ഇതൊക്കെ പ്രശ്നമായിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഡിസാസ്റ്റർ അലേർട്ടിൽ നമ്മൾ കൊടുക്കേണ്ട ഇൻഫർമേഷൻ. അതിന് ഒരു എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഇപ്പൊ കൊമേലൊക്കെ എഴുതി വെച്ചേക്കുന്നത്. എന്താണെന്ന് നോക്കിയേ, ദിസ് ഈസ് എ ഡിസാസ്റ്റർ അലേർട്ട്. ഇതൊരു ഡിസാസ്റ്റർ എന്താ പറയാ അലേർട്ട് ആണ്. അലേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളം? അതായത് അത് എന്താ പറയാ, മനസ്സിലായല്ലോ നിങ്ങൾക്ക് അല്ലെ. ഐ റിപ്പീറ്റ്, വീണ്ടും ആ ടെലിഫോൺ ഓപ്പറേറ്റർ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ഐ റിപ്പീറ്റ്, ദിസ് ഈസ് എ ഡിസാസ്റ്റർ അലേർട്ട്. അതൊന്നുകൂടി വ്യക്തമാക്കാണ്, ഇതൊരു ദുരന്ത എന്താ പറയാ മുന്നറിയിപ്പാണ് അല്ലെ. ഐ ഹാവ് ബീൻ ഡയറക്റ്റഡ് ബൈ ദ ഡയറക്ടർ ഫോർ ചെയർമാൻ, അല്ലെങ്കിൽ സോറി ഫോർ ചെയർമാൻ. ഇതാരാണ് എന്നെ അറിയിച്ചത്, ഞാൻ ഇതൊരു ഡിസാസ്റ്റർ അലേർട്ട് ആണ് നിങ്ങൾക്ക് തരുന്നത്, എനിക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം. അത് ആരിൽ നിന്ന് കിട്ടിയെന്നാ പറയുന്നത്? ഡയറക്ടർ, അതായത് ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ആകാം, ചെയർമാൻ ആകാം, മെഡിക്കൽ സൂപ്പറിണ്ടന്റ് ആകാം. ഒരു ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഡിസാസ്റ്റർ അലേർട്ട് ആണ് ഈ പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിനകത്ത് നിന്ന് ഈ ഡിസാസ്റ്റർ ഒക്കെ അറിയുമ്പോൾ ഇവരിൽ ആരെങ്കിലും ചെയർമാനോ ഡയറക്ടറോ മെഡിക്കൽ സൂപ്പറിണ്ടന്റോ അത് അറിയിക്കുന്ന പ്രകാരം അത് എന്താ പറയാ ഹോസ്പിറ്റൽ മുഴുവൻ അറിയിക്കാനുള്ള ഒരു ചുമതലയുണ്ട്. ടു ഇൻഫോം യു ദാറ്റ് ഡ്യൂ ടു ദ ഒക്കറൻസ് ഓഫ് ആൻ എർത്ത് അറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം പറയുന്നു, ഈ ഇന്ന സ്ഥലത്ത് ഒരു എർത്ത് ഉണ്ടായതിന്റെ ഫലമായിട്ട് നിങ്ങളെ അറിയിക്കാനാണ് ഞാനൊരു ഡിസാസ്റ്റർ അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. എർത്ത് അതെന്താണോ, എർത്ത് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം, ആ ദുരന്തത്തിന്റെ പേര് അവിടെ പറയണം, ഏതാണ് സ്ഥലം എന്ന് പറയണം, എവിടെയാണ് ഉണ്ടായെന്ന് മെൻഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണോ ഏതാണോ എവിടെയാണോ അതൊക്കെ ചെയ്തതെന്ന് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ആ ഒരു എന്ത് ചെയ്യണം, അലേർട്ടിൽ വ്യക്തമാക്കി പറയണം. ഹോസ്പിറ്റൽസ് ഡിസാസ്റ്റർ പ്ലാൻ ഇസ് ലൈക്ലി ടു ബി ആക്ടിവേറ്റഡ്. അതുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ഡിസാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും പെട്ടെന്ന് ആക്റ്റീവ് ആകണം എന്നുള്ള നിർദ്ദേശമാണ് എവിടെ വരേണ്ടത്, ആ ഒരു ഡിസാസ്റ്റർ അലേർട്ടിൽ വ്യക്തമായി പറയേണ്ടത്. പ്ലീസ് ബി പ്രിപ്പയർഡ്, എല്ലാവരും ഒരുങ്ങുക എന്നാണ്. എല്ലാവരും ഒരുങ്ങുക അതിനു വേണ്ടിയിട്ട്. കാരണം ഡിസാസ്റ്റർ ഒക്കെ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ആ ഒരു സ്ഥലത്തിന് അടുത്ത് കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് ആ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ ഇവിടേക്കാണ് ഒബിയസ്ലി കൊണ്ടുവരാനുള്ള സാധ്യത. സോ വി ഷുഡ് ഹാവ് ടു ബി അലേർട്ട്. അതുകൊണ്ട് നമ്മൾ എന്താവണം, അലേർട്ട് ആയിട്ടിരിക്കണം. അവരെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആണ് ആ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ അവിടെ വരെ? ഇത് വായിച്ചു നോക്കാമോ? യെസ്.
ഓക്കെ. അപ്പോ ഈ ഒരു ഡിസാസ്റ്റർ അലേർട്ട് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ഓൺലി ടു ദ ഹെഡ്സ് ഓഫ് ദ യൂണിറ്റ്സ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് ഈ പറയുന്ന അലേർട്ട്, ആ ഒരു അലേർട്ടിനെ കുറിച്ചുള്ള ആ ഒരു സന്ദേശം എത്രയും പെട്ടെന്ന് എത്തിക്കണം. അതിലേക്ക് ഓരോ യൂണിറ്റിന്റെ ഹെഡിലേക്കാണ് എത്തിക്കേണ്ടത്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡുകളിലേക്ക് ഈ പറയുന്ന ആ ഒരു സന്ദേശം അയച്ചിരിക്കണം. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള നമ്മളിലേക്ക് എന്തായാലും ആ ഒരു അലേർട്ട് ഇൻഫർമേഷൻ വരും തീർച്ചയായിട്ടും. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന മേഖലകളിലേക്കും മറ്റ് യൂണിറ്റുകളുടെ ഹെഡുകളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും. ആൻഡ് ഓൾസോ എ റോസ്റ്റർ ഓഫ് സച്ച് പേഴ്സണൽ, എന്താ റോസ്റ്റർ, ഡ്യൂട്ടീസ് ഒക്കെ അസൈൻ ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ്, മറ്റേ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിന്റെ ഒരു റോസ്റ്റർ തയ്യാറാക്കി, അതായത് ഏതൊക്കെ പേഴ്സണൽസ് ഏതൊക്കെ കാര്യങ്ങൾക്ക് അലേർട്ട് ആകണം എന്നുള്ള കാര്യങ്ങൾ ഷുഡ് ബി റെഡി അവൈലബിൾ വിത്ത് ദ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ. അതിന് വേണ്ടിയിട്ട് സ്വിച്ച് ബോർഡ് ഓപ്പറേറ്ററിന്റെ കയ്യിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റുകാര് ഇന്ന കാര്യത്തിന് വേണ്ടി റെഡി ആയിക്കോണം. ആ ഒരു ലിസ്റ്റ് സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ വെച്ചിരിക്കണം. അത് പ്രിപ്പയർ ചെയ്ത് ആ പുള്ളിയുടെ കയ്യിലുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ആളാണ് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാ യൂണിറ്റുകളിലേക്കും പാസ് ചെയ്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ആ യൂണിറ്റുകളിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ അയാളുടെ ഒരു ലിസ്റ്റ് വേണ്ടേ, അതനുസരിച്ചിട്ടാണ് ഈ ഇൻഫർമേഷൻ ആളത് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർക്കാണ്. ക്ലിയർ? ഇനി കൂടാതെ ഇയാൾക്ക് മാത്രമേ ഉള്ളൂ ഡ്യൂട്ടി എന്നല്ല കേട്ടോ, കൂടാതെ എല്ലാവർക്കും പങ്കുണ്ട്. Each and everyone have their own responsibility. Director or hospital administrator should have been available on telephone at all times. തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലെ ഡയറക്ടർക്ക്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നമുക്ക് എന്തായാലും പണി തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ മാനേജ്മെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആളുടെ ഡ്യൂട്ടി. സോ ദാറ്റ് വി ഷുഡ് ബി അലർട്ട് ഓൾ ടൈംസ്. നമുക്ക് എപ്പോ വേണമെങ്കിലും പണി കിട്ടാം, എപ്പോ വേണമെങ്കിലും പണി വരാം. നമ്മൾ അഡ്മിനിസ്ട്രേഷൻ അല്ലേ, മാനേജ്മെന്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മളാണ് ഒരു ക്ലോക്കിന്റെ റൗണ്ടിൽ കിടന്ന് ഓടേണ്ടത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ചുറ്റും കിടന്നോടേണ്ട ഒരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ഓൾ ഷുഡ് ബി അവൈലബിൾ അറ്റ് telephone at any time. എപ്പോ വേണമെങ്കിലും അവർ റെഡി ആയിരിക്കണം. And if there is a radio paging system in the hospital, this should be informed to the people or to the public or ആർക്കൊക്കെയാണോ through this system it have to be informed. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ റേഡിയോ പേജിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ, എന്താ റേഡിയോ പേജിംഗ് സിസ്റ്റം? ഇതുപോലെയുള്ള ചില അലേർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന റേഡിയോ പേജ് ഇത് തന്നെ, അതായത് റേഡിയോയിലൂടെ ഇത് ഒരു ആളുകളിലേക്ക് ആ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി, അലേർട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സന്ദേശങ്ങൾ കൊടുക്കില്ല. അത് തന്നെ അത്തരം സിസ്റ്റംസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, മെസ്സേജസ് ഒക്കെ കൈമാറുന്നതാണ്. അപ്പൊ ചിലപ്പോ എന്താ പറയാ, ഒരു പേജിംഗ് സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേജേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ആ പേജേഴ്സ് വലിയ ആളുകളിലേക്ക്, അല്ലെങ്കിൽ അലേർട്ട് ആയിരിക്കേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വേഗം അറിയിക്കാൻ വേണ്ടി, അലേർട്ട് ആവുക എന്ന് പറയുന്നത് ആ ഒരു ഇൻഫർമേഷൻ ആ ഒരു സിസ്റ്റത്തിലൂടെ അങ്ങനെ പെട്ടെന്ന് തന്നെ അറിയിക്കുക. അതുണ്ടെങ്കിൽ ചില ഹോസ്പിറ്റൽസിലൊക്കെ അത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ റേഡിയോ പേജിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ്. കാരണം റേഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ചിലപ്പോൾ നമ്മൾ പറയാറ്, ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് റേഡിയോ പോലെയാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളോട് മുഴുവൻ ടൈമും അല്ലെ, നിങ്ങളെ കൊണ്ട് ഇങ്ങോട്ടൊന്നും പറയിപ്പിക്കുന്നില്ല, പറയിപ്പിക്കാൻ സമയം തരുന്നില്ല. പറയിപ്പിക്കാൻ സമയം തരാറുണ്ട്. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് ചോദിക്കാൻ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. പക്ഷെ അല്ലെ, കുറച്ചു പേരൊക്കെ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതന്നെ ഒരു വൺ മാൻ ഷോ പോലെ തന്നെ. നമ്മുടെ റേഡിയോ പേജിങ് അത് തന്നെയാണ്. ഇങ്ങോട്ടേക്ക് നേരം ഒന്നും ചോദിക്കില്ല അവര്. അപ്പൊ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ ഒരു ഹോസ്പിറ്റലിൽ അത്തരം സിസ്റ്റം ഉണ്ടെങ്കിൽ, റേഡിയോ പേജിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി നോട്ടിഫൈഡ്. അത് ആ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഓക്കെ, അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പൊ മിക്ക ഹോസ്പിറ്റൽസിലൊക്കെ അതുണ്ടായിരിക്കും. ബിക്കോസ് ഇന്നത്തെ കാലത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അതൊക്കെ എല്ലാവർക്കും അത്യാവശ്യമാണ്. ഓക്കെ, വായിച്ചു നോക്കിയാ 2 പാരഗ്രാഫ് കൂടി, കുഞ്ഞു പാരഗ്രാഫ്.
യെസ്. അപ്പൊ നമുക്ക് ഇനി ഒരു കുഞ്ഞു ഭാഗം കൂടി ഉണ്ട്, അതുകൂടി നോക്കാം. കുഞ്ഞു ഭാഗം എന്നല്ല പറയുന്നത്. അപ്പൊ അടുത്തത് ചെറിയൊരു എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഡിസാസ്റ്റർ അലേർട്ടിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊവിഷൻസ് മീൻസ് നമ്മൾ ചില തയ്യാറെടുപ്പുകൾ. ഡിസാസ്റ്റർ അലേർട്ട് ഈസ് ടു ബി യൂസ്ഡ് ടു മേക്ക് പ്രൊവിഷൻസ് ഫോർ എന്തൊക്കെ കാര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം. അതാണ് ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ. halting of routine surgeries, conclusion of surgeries going on, and transfer of such post-operative cases elsewhere. അതായത് ഇപ്പൊ എവിടെയെങ്കിലൊക്കെ സർജറീസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഈ ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെയൊക്കെ നമ്മൾ പെട്ടെന്ന് കൈകാര്യം ചെയ്യേണ്ടി വരും. കാരണം ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള റുട്ടീൻ സർജറീസ് എന്ന് വെച്ചാൽ ഇത് ഇച്ചിരി നേരം നമുക്ക് മാറ്റി വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത എമർജൻസി അല്ലാത്ത എന്തെങ്കിലുമൊക്കെ സർജറീസ് നമുക്ക് വേണമെങ്കിൽ ഹോൾട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള സർജറീസ് ഗോയിങ് ആണെങ്കിൽ ദാറ്റ് മീൻസ് അപ്പൊ അന്നേരം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഷുഡ് ബി കംപ്ലീറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് തന്നെ അത് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. മാത്രമല്ല പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള കേസുകൾ, ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെയൊക്കെ പെട്ടെന്ന് ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. കാരണം ഇപ്പൊ ഈ കൊണ്ടുവരുന്ന ഡിസാസ്റ്ററിൽ പെട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിനൊക്കെ വീണ്ടും വേഗം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റേണ്ടി വരില്ലേ? എന്നാലോചിച്ച് നോക്കിയേ. ഇന്നലെ ഈ ഓപ്പറേഷൻ നടത്തുന്ന ആൾക്കാരൊക്കെ വേഗം തീർത്തത് എന്താ അവിടെ ചെയ്യാനുള്ളതെന്നല്ലേ? തീർച്ചയായിട്ടും ഒത്തിരി ഭയങ്കര ലൈഫ് സേവിങ്, ലൈഫ് ത്രെട്ടൻഡ് ആയിട്ടുള്ള ആളുകളെ ആ ഒരു ഡിസാസ്റ്ററിലൊക്കെ ഇതിപ്പോ കൊണ്ടുവരും. അപ്പൊ ഈ ഓപ്പറേഷൻ തിയേറ്ററുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വെക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ഒരു പേഷ്യൻസിനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സർജറീസോ പ്രൊസീജിയേഴ്സോ ഒക്കെ നടത്താൻ വേണ്ടി വരും. സോ അങ്ങനെയാണെങ്കിൽ കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ലാത്ത സർജറീസ് അതൊന്ന് ഹോൾഡ് ചെയ്യുക, അത് മാറ്റി വയ്ക്കുക. അതോടൊപ്പം പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സർജറി ആണെങ്കിൽ അത് പകുതി വെച്ച് നിർത്താനല്ല, അത് കംപ്ലീറ്റ് ചെയ്യുക പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ ആണ് കൺക്ലൂഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസ് ഉണ്ടെങ്കിൽ കുറച്ച് നേരം പറഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല, വെച്ച് കൂടി കഴിഞ്ഞിട്ടൊക്കെ മാറ്റാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടാതെ എന്ത് ചെയ്യണം? പെട്ടെന്ന് അവരെ എവിടെയെങ്കിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതൊക്കെ ഉദ്ദേശിച്ചത് അവരെ ഹോസ്പിറ്റൽസിനകത്ത് വേറെ എവിടെയെങ്കിലേക്കും ഇവാക്യുവേറ്റ് ചെയ്യുക. ഓക്കെ. ക്ലിയറിംഗ് ഓഫ് സർജിക്കൽ വാർഡ്സ് ആൻഡ് വാർഡ്സ് ഓഫ് അതർ സ്പെഷ്യലിസ്റ്റ് സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് മൊബൈൽ പേഷ്യൻസ് ആൻഡ് പേഷ്യൻസ് നോ ലോങ്ങർ റിക്വയറിംഗ് അർജന്റ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്. അതായത് സർജിക്കൽ വാർഡുകളൊക്കെ, സർജറി കഴിഞ്ഞിട്ടുള്ള വാർഡുകളൊക്കെ ഒരുവിധമൊക്കെ കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരെയൊക്കെ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മൂവബിൾ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം, കുഴപ്പമില്ല എന്നുള്ളതാണെങ്കിൽ. അതുപോലെ അർജന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമില്ലാത്ത ആ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? വേക്കന്റ് ആക്കാം, അല്ലെങ്കിൽ ഒഴിപ്പിക്കാം. കാരണം അവിടെ ഒഴിപ്പിച്ചാലേ ഇനി ഈ ഡിസാസ്റ്ററിൽ കൊണ്ടുവന്ന ആളുകളെ നമുക്ക് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ആ വാർഡുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അത് മാത്രമല്ല അഡീഷണൽ ആയിട്ട് എമർജൻസി ബെഡുകൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. എമർജൻസി ഒരു ഹോസ്പിറ്റലിന് വാർഡുകളിലും റൂമുകളിലൊക്കെ ഇത്തരത്തിലുള്ള ബെഡൊക്കെ ഉണ്ട്. പക്ഷെ ചില ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ അഡീഷണൽ ബെഡ്സിന്റെ ആവശ്യം വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. സെറ്റിംഗ് അപ്പ് ആൻഡ് ഇൻഫർമേഷൻ സെന്റർ. ഒരു ഇൻഫർമേഷൻ സെന്റർ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പല ആളുകളിലേക്കും എത്തിക്കാനുള്ള ഒരു ഇൻഫർമേഷൻ സെന്റർ എത്രയും പെട്ടെന്ന് അതും അവിടെ സജ്ജമാക്കിയിരിക്കണം. ചെക്കിംഗ് അപ്പ് സ്റ്റോഴ്സ് ആൻഡ് സപ്ലൈസ്. അവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങള്, സപ്ലൈസ്, എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതെല്ലാം അവർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യും. അല്ലെ? ഈ പറയുന്നത് ഇത്രയും പേഷ്യൻസിനൊക്കെ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഇവിടെ സാധനങ്ങൾ ഉണ്ടോ, തികയോ എന്നൊക്കെ നോക്കണം. ചിലപ്പോ പേഷ്യൻസ് എന്താ പറയുക ഭയങ്കര അവസ്ഥയിലൊക്കെ കൊണ്ടുവന്നു ഒരുവിധമൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് സർജറി ഒക്കെ ചെയ്യേണ്ട വരുന്നു, അവരൊക്കെ കഴിഞ്ഞു. എന്നാൽ അത് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള മരുന്നായിക്കോട്ടെ, ഭക്ഷണ സാധനം ആയിക്കോട്ടെ, വെള്ളം ആയിക്കോട്ടെ, ഇതെങ്കിലും ഇച്ചിരിയൊക്കെ കൊടുക്കണ്ടേ ആ ഒരു ലൈഫിനെ പിടിച്ചെടുക്കാനായിട്ട്. അപ്പൊ അതെങ്കിലും കൊടുക്കാൻ ഇവിടെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓൾ ദീസ് തിങ്സ്. അപ്പൊ ഇതെല്ലാം പ്രത്യേകം നമ്മൾ ഡിസാസ്റ്റർ അലേർട്ടില് ഉണ്ടാക്കേണ്ട പ്രൊവിഷൻസ് ആണ്. ചിലപ്പോൾ പേഷ്യൻസിന് കൊണ്ടുണ്ടാവില്ല. അപ്പൊ അതിനുള്ളിൽ നമ്മൾ ഇവിടെ ഇതെല്ലാം സജ്ജമാണോ എന്ന് എൻഷുർ ചെയ്യുക. ഇത് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഡ്യൂട്ടിയാണ്. ഡിസാസ്റ്റർ ഓർഗനൈസേഷൻ പ്ലാനില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആയോ? അത്രയും വ്യക്തമല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ആക്ടിവേഷൻ ഓഫ് ഡിസാസ്റ്റർ പ്ലാൻ നമുക്ക് അടുത്ത ദിവസം ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ വരെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരിക. ഏകദേശം എല്ലാം മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ. പിന്നെ എക്സ്പീരിയൻസ് പറയാനായിട്ട് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞപ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. അല്ലേ? നമ്മുടെ അനുഭവം പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് വ്യക്തത കിട്ടും എന്ത് കാര്യത്തിലും. അല്ലെ? ഒരു എന്താ പറയാ, നമ്മളിപ്പോ ചില കാര്യങ്ങൾ ഇങ്ങനെ തെളിവോടുകൂടി പറയുമ്പോഴാണ് അത് കുറച്ചുകൂടി നമ്മുടെ തലയിൽ ഇരിക്കുക. അപ്പൊ അതുകൊണ്ട്
ഓക്കെ, സോ സി യു. നാളെ കാണാം. നാളെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം ഡിസാസ്റ്റർ പ്ലാൻ. ഓക്കെ, താങ്ക് യു. ബൈ. താങ്ക് യു മാം. Thank you, ma'am. Yes, thank you.